യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നോക്കാം. മെരിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മെരിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. UPSCയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14. UPSCയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14. ഭരണഘടനയിൽ ഇനി UPSCയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതാണെന്ന് നോക്കാം. 315 മുതൽ 323 വരെ. ഭരണഘടനയിൽ UPSCയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 315 മുതൽ 323 വരെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ലീ കമ്മീഷൻ. ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ലീ കമ്മീഷൻ. ലീ കമ്മീഷനെ റോയൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. 1924 ലീ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. 1924 ലീ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ലീ കമ്മീഷൻ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1926 ഒക്ടോബർ 1. അപ്പോൾ ലീ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1926 ഒക്ടോബർ 1. ഏത് വർഷമാണ്? 1926 ഒക്ടോബർ 1. 1926 നിലവിൽ വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് സർ റോസ് ബാർക്കർ. അപ്പോൾ 1926 നിലവിൽ വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് സർ റോസ് ബാർക്കർ. ഇനി ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷനിലുണ്ടായിരുന്നത്. ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതോടുകൂടി ഇത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതോടുകൂടി ഇതെന്തായി തീർന്നു? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി. UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹി. അപ്പോൾ UPSCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിൽ തന്നെയാണ്. എടുത്തു പറയുകയാണെങ്കിൽ ധോൽപൂർ ഹൗസ് കേട്ടോ. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയതോടുകൂടി ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായി മാറി? ആദ്യം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായി തീർന്നു? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായി തീർന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അല്ലേ. അതിനുശേഷം ഇന്ത്യ റിപ്പബ്ലിക്കായി 1950 റിപ്പബ്ലിക് ആയപ്പോൾ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായി മാറി? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി. അങ്ങനെയാണ് UPSC ആയി മാറുന്നത്. ഇനി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യയാണ് മദ്രാസ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ പ്രവിശ്യ ഏതാണ്? മദ്രാസിലാണ് ഫസ്റ്റായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത്. ഇനി UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനി. അപ്പോൾ UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? HK കൃപലാനി. UPSC ചെയർപേഴ്സണായ ആദ്യ വനിത റോസ് മിലൻ ബത്യു. അപ്പോൾ അതിൽ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ HK കൃപലാനി. UPSC ചെയർമാനായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ റോസ് മില്യൻ ബത്യു. എന്താണ്? റോസ് മില്യൻ ബത്യു. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടി. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ KG അടിയോടി. അനുച്ഛേദം 315 എന്താ പറയുന്നത്? യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 315 പറയുന്നത് യൂണിയനും സ്റ്റേറ്റിനും എന്തുണ്ടായിരിക്കണം? ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ആർട്ടിക്കിൾ 316 എന്താ പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയെയും കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ 316 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയെക്കുറിച്ചും പറയുന്നത് 316 കേട്ടോ.
ആരാണ് അവരെ നിയമിക്കുന്നത്, എത്രത്തോളമാണ് അവരുടെ കാലാവധി, ഇതാണ് 316 പറയുന്നത്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയോഗിക്കുന്നത് ആരാ? പ്രസിഡൻറ്റ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. ഇനി UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷമല്ലെങ്കിൽ 65 വയസ്സ്. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരിക്കും. പക്ഷേ കേരള PSC അതായത് സ്റ്റേറ്റ് PSCയുടെ ആണെങ്കിൽ 6 വർഷവും 62 വയസ്സും ആയിരിക്കും കേട്ടോ. എത്ര ഓർമ്മയുണ്ടല്ലോ? 315 ഓർമ്മയുണ്ടല്ലോ. എന്താണ്? സ്റ്റേറ്റിനും സെൻട്രലിനും പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. 16 അവരുടെ നിയമനവും കാലാവധിയും. ഇനി 17 എന്താ പറയുന്നത് നോക്കാം. 17 പബ്ലിക് സർവീസ് കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ 317 പബ്ലിക് സർവീസിലെ നിലവിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെ പറ്റി പരാമർശിക്കുന്നത്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇനി UPSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് പ്രസിഡൻ്റാണ് കേട്ടോ. UPSCയിലെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. UPSC ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഇനി അനുച്ഛേദം 318 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷനുകൾ ഉണ്ടാക്കാനുള്ള അധികാരം. അതായത് 318 പറയുന്നു, പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷനുകൾ ഉണ്ടാക്കാനുള്ള അധികാരം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് രാഷ്ട്രപതി, സംസ്ഥാനങ്ങളിൽ നിശ്ചയിക്കുന്നത് ഗവർണറും ആയിരിക്കും. അനുച്ഛേദം 319 പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കുന്നവർ സംബന്ധിച്ചുള്ള നിരോധനം. അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കുന്നത് സംബന്ധിച്ചുള്ള നിരോധനം. അനുച്ഛേദം 320 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. 322 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചിലവുകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. 322 ചിലവുകളെപ്പറ്റി പ്രതിപാദിക്കുന്നത്. UPSC ചെയർമാനെയും അംഗങ്ങളെയും ശമ്പളവും മറ്റ് ആനുകൂല്യവും കണ്ടോളസെൻറ്റ് ഫണ്ട്. ഇന്ത്യൻ സംസ്ഥാനം PSC ചെയർമാൻ അംഗങ്ങളുടെ ശമ്പളങ്ങളെ മറ്റ് ആനുകൂല്യങ്ങൾ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നൽകുന്നു. ഇനി അനുച്ഛേദം 323 പബ്ലിക് സർവീസ് കമ്മീഷനുകളിലെ റിപ്പോർട്ടുകൾ. ഇനി UPSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. 2022 നിയമിതനായ UPSC ചെയർമാനാണ് മനോജ് സോണി. 2022 നിയമിതനായ UPSC ചെയർമാനാണ് മനോജ് സോണി. സംസ്ഥാന PSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും. സംസ്ഥാന PSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ, ലോവർ ലെവൽ തസ്തികകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇനി UPSCയുടെ ചുമതലകൾ. UPSC കുറച്ച് ചുമതലകളുണ്ട്. യൂണിയൻ സേവനങ്ങളിലേക്കുള്ള പരീക്ഷകൾ നടത്തുക. യൂണിയൻ സേവനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്കുള്ള പരീക്ഷ നടത്തുക. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് നേരിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. പ്രൊമോഷൻ, ഡെപ്യൂട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. സർക്കാരിന് കീഴിലുള്ള വിവിധ സേവനങ്ങൾ തസ്തികകൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. വിവിധ സർവീസുകളുമായി ബന്ധപ്പെട്ട അച്ചടക്ക കേസുകൾ കൈകാര്യം ചെയ്യുക. ഇന്ത്യൻ പ്രസിഡന്റിനെ സമീപിക്കുന്ന ഏതൊരു കാര്യത്തിനും സർക്കാരിന് ഉപദേശം നൽകുക. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് സേവനകാലത്തുണ്ടാകുന്ന പരിക്കുകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരമോ പെൻഷനോ സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുക. 1 വർഷത്തിൽ കൂടുതൽ താൽക്കാലിക നിയമനങ്ങളുടെ ക്രമപ്പെടുത്തൽ. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. ഇനി അവർക്ക് കുറച്ച് പരിമിതികൾ കൂടെ ഉണ്ട്. പരിമിതികളിലൂടെ നോക്കിയിട്ട് നിർത്താം. PSCയുടെ പരിമിതികൾ. UPSCയുടെ പിന്നോക്ക വിഭാഗത്തിലുള്ള പൗരന്മാർക്ക് അനുകൂലമായ നിയമങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുമ്പോൾ UPSCക്ക് കൂടിയാലോചിക്കാനാകില്ല.